ഇനി ഒരു പാർട്ടിക്കാരും ഇങ്ങോട്ട് കടക്കണ്ട. എന്താ വെച്ചാൽ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ BJP കാഴ്ചവെച്ച് കഴിഞ്ഞു. എന്താ വെച്ചാൽ ബാലേട്ടൻ ജയിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്താ വെച്ചാൽ ഞങ്ങക്ക് ഇനി തിരിച്ചൊരു അവര് ജയിക്കുന്നൊന്നുമില്ല. ബാലേട്ടൻ ജയിച്ചു. തൃശ്ശൂരിലെ BJPയുടെ വിജയം പോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യം അത്രയ്ക്ക് വലിയൊരു ട്രെൻഡ് ചേലക്കരയിലുണ്ടോ? BJPക്ക് അനുകൂലമാണ് ചേലക്കരയിലുണ്ട്. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ 21 കൊല്ലമായിട്ട് CPM-കാര് ഭരിച്ചിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ലേ. ഇനി BJP കേറിയിട്ട് വേണം ഇവിടെ എല്ലാതും ശരിയാക്കാൻ വേണ്ടി. അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അത്രയ്ക്ക് ദയനീയം. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് അവരുടെ ഇത് ഞങ്ങളറിയുന്നത്. എന്താ വെച്ചാൽ ഓരോ അമ്മമാരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. അത്രയ്ക്ക് ദയനീയ അവസ്ഥ തന്നെയാണ്. ഈ വഖഫ് ബോർഡിന്റെ വിഷയങ്ങളെല്ലാം BJPക്ക് അനുകൂലം തന്നെയാകും, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ക്രൈസ്തവ സമൂഹം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ തുടരുമോ ഇത്തവണ? ഇല്ല, അത് BJPക്ക് തന്നെ. കാരണം അതേപോലുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് കാരണം BJP തന്നെ. ഒന്നും പറയല്ലോ. BJP വിഷയങ്ങളൊക്കെ ഈ BJPക്ക് പരിഹരിക്കാൻ സാധിക്കുമോ?